ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ് എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടുന്നത് എന്നുള്ളത്. ഇൻസ്റ്റഗ്രാം അല്ല, മറ്റേത് സോഷ്യൽ മീഡിയയിലും എങ്ങനെയാണ് ഫോളോവേഴ്സിനെ കൂട്ടുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരൊറ്റ ദിവസം 3 വീഡിയോ ഇട്ടായിരുന്നു. ആ 3 വീഡിയോ എത്ര റീച്ച് കിട്ടി, അതിൽ നിന്നും എത്ര ഫോളോവേഴ്സ് വന്നു എന്നുള്ളത് ഞാനിത് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഈ 3 വീഡിയോ ആയിരുന്നു ഞാൻ ഒറ്റ ദിവസം ഇട്ടത്. അതായത് ഒന്ന് ഫുട്ബോളിനെ കുറിച്ച്, മറ്റൊന്ന് രാഷ്ട്രീയം, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച്, പിന്നെ ഒന്ന് സംസ്കാരം, ഒമാനികളുടെ സംസ്കാരങ്ങളെ കുറിച്ച്. ഓക്കെ, ആയതിനെ നമുക്ക് ഫുട്ബോളിനെ കുറിച്ചുള്ള വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. അതിന്റെ റിയൽ ഇൻസൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം. നമുക്ക് കാണാം 7.5K സേവ്സ്, 6K ഷെയർസ്, പിന്നെ അതുപോലെ 195 സേവ്. താഴെ നമുക്ക് കാണാം വ്യൂസ്, വാച്ചിങ് ടൈം, ഇന്ററാക്ഷൻ, പ്രൊഫൈൽ ആക്ടിവിറ്റി. പ്രൊഫൈൽ ആക്ടിവിറ്റി സിമിലർലി അതായിരിക്കും ഫോളോവേഴ്സ്. ഇനി വീണ്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ വ്യൂവേഴ്സ്, ഫോളോവേഴ്സിന് എത്ര പേരെ കണ്ടു, നോൺ ഫോളോവേഴ്സിന് എത്ര കണ്ടു, പിന്നെ നമ്മുടെ ടിപ്പിക്കൽ വ്യൂ എത്രയാണ്, ദിസ് റീൽസ് വ്യൂസ് എത്രയാണ്. അതായത് ടിപ്പിക്കൽ വ്യൂസിനേക്കാൾ 190% അധികമാണ് പോയിരിക്കുന്നത്. പിന്നെ വ്യൂസ് എവിടുന്ന് വന്നു, റീൽ ടാബ്, ഫീഡ്, എക്സ്പ്ലോർ, സ്റ്റോറീസ് എവിടുന്നാണ്, എത്ര പെർസെന്റേജ് ഏതൊക്കെ ഭാഗങ്ങൾ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ റിട്ടൻഷൻ കാണാൻ പറ്റും. അങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ റീൽ സ്കിപ്പ് റേറ്റ് കാണാൻ പറ്റും, ഇന്ററാക്ഷൻസ് കാണാൻ പറ്റും, ഫോളോവേഴ്സിൽ നിന്ന് എത്ര പെർസെന്റേജ് വന്നു, നോൺ ഫോളോവേഴ്സിൽ നിന്ന് എത്ര പെർസെന്റേജ് വന്നു എന്ന് കാണാൻ പറ്റും. അങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം 98, അതായത് 98 ഫോളോവേഴ്സ് ആണ് ഈ ഒരു റീൽസിലൂടെ എനിക്ക് വന്നത്. അതിൽ തന്നെ വുമൺ എത്ര, മെൻ എത്ര. മെൻ 97.9%. ഫുട്ബോളിനെ കുറിച്ച് ആയതുകൊണ്ട് ഓഫ് കോഴ്സ് നമുക്കറിയാം വുമൻസ് ആരും തിരിഞ്ഞു നോക്കാറില്ല. പിന്നെ കൺട്രി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയാണ്. ഫുട്ബോളിനെ കുറിച്ച് ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഇന്ത്യ ഉണ്ട്, യുണൈറ്റഡ് അറബ്, സൗദി, ഖത്തർ, ഒമാൻ, അതാണ് അതിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് MK മുനീറിനെ കുറിച്ച് രാഷ്ട്രീയം പറഞ്ഞ വീഡിയോയുടെ ഇൻസൈറ്റ് നോക്കാം. ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ ഒരു പക്ഷേ ടൈം ഉണ്ടാവില്ല. 2.9K ലൈക്സ്, 93 കമന്റ്സ്, 206 ഷെയർ കാണാം. ഇൻസ്റ്റഗ്രാം റീച്ച് 100 എബവ് 100K ആൻഡ് ഫേസ്ബുക്കിൽ നിന്ന് റീച്ച് വന്നത് 12,000 എബവ് ആണ്. വീണ്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ റീൽസിന്റെ വ്യൂസ് നമുക്കറിയാം ടിപ്പിക്കൽ വ്യൂസിനേക്കാളും 244% ഹൈ ആണ് രാഷ്ട്രീയം പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്. അതേപോലെ നേരത്തെ പറഞ്ഞ മാതിരി സോഴ്സ് ഓഫ് വ്യൂസ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സ്കിപ്പ് റേറ്റ് ആൻഡ് ടിപ്പിക്കൽ സ്കിപ്പ് റേറ്റ് എവറിത്തിങ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ റീൽസിന്റെ ഏത് ഭാഗത്ത് വെച്ചിട്ട് ഏത് സെക്കൻഡിലാണ് നമുക്ക് കൂടുതൽ ലേക്ക് കിട്ടുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം മെൻസ്, വുമൻസ്, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ 13.9% ഓഡിയൻസ് ഉള്ളൂ വുമൻ. അപ്പോൾ ഈ വീഡിയോസിന് 108 രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന 108 ഫോളോവേഴ്സിനെ എനിക്ക് കിട്ടി. ഇനി നമുക്ക് ഒമാനി കൾച്ചറിനെ കുറിച്ച് പറഞ്ഞ വീഡിയോസിനെ കുറിച്ച് നോക്കാം. അത്യാവശ്യം ഷെയറും വ്യൂസ് ഒക്കെ പോയിട്ടുണ്ട്. 136 പ്രൊഫൈൽ ആക്ടിവിറ്റി, അതായത് 136 ഫോളോവേഴ്സിനാണ് എനിക്ക് കിട്ടിയത്. ഈ വീഡിയോസും ടിപ്പിക്കൽ വ്യൂസിനേക്കാളും ഹയറിലായിട്ടാണ് പോയിരിക്കുന്നത്. അതിങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. കൺട്രി ബേസിൽ നോക്കുകയാണെങ്കിൽ ഒമാൻ എന്നാണ് ഏറ്റവും, ഒമാനിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഒമാൻ എന്നാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നത്. അത് കഴിഞ്ഞാൽ ഇന്ത്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി, ഖത്തർ, അങ്ങനെ ഓരോ GCC വന്നു. അപ്പോൾ നമുക്കൊരു 1 മില്യൺ വ്യൂസ് വന്ന വീഡിയോ എടുത്തിട്ട് അതിന് എത്രമാത്രം ഫോളോവേഴ്സ് വന്നു നമുക്ക് നോക്കാം. താഴെ പോയി കഴിഞ്ഞാൽ 1 മില്യൺ ഏതാന്ന് നോക്കട്ടെ. സംഗീതത്തെ കുറിച്ച് പറഞ്ഞ MG ശ്രീകുമാറിന്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞ, സംഗീതത്തെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോസ് ഉണ്ട്. 1 മില്യൺ റീൽസിൽ നിന്നും എനിക്ക് വന്നത് പ്രൊഫൈൽ ആക്ടിവിറ്റി കണ്ട അറിയാം 1171 ഫോളോവേഴ്സിനെ എനിക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ ക്യാഷ് കൊടുത്ത് ഫേക്ക് ഫോളോവേഴ്സിനെ കയറ്റാതെ നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണോ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിരന്തരം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഓട്ടോമാറ്റിക്കായിട്ട്